മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 12ാമത്തെ പാർട്ട് 3 ആയി സ്റ്റിച്ചിങ് ആണ്. ഇതുവരെയുള്ള എല്ലാ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ പേപ്പർ ഷീറ്റിൽ ഞാൻ ആദ്യം നെക്ക് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനിപ്പോ ലൈനിങ് തുണി വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുൻപ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ഷീറ്റിൽ വരച്ച് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചാലും മതി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഇതിങ്ങനെ മടക്കി വെച്ച് ഇതിൻ്റെ അരിയത്തെ കോഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അത് ചെയ്യാം. നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ ഇതിങ്ങനെ മടക്കാം. അരിയത്തെ കോഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കൂടുതലുള്ള തുണി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് നമ്മളിത് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മാത്രം വീതി മതി എന്ന് പറയണതിൻ്റെ ഉദ്ദേശം. തുണി എടുക്കുക. തുണി എടുത്തിട്ട് ഇത് നല്ല വശമാണ്, പിന്നെ അടിയിൽ ലൈനിങ് തുണി ഇങ്ങനെ വെക്കുക. ഇത് രണ്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. നെക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് സെൻറ്ററൊക്കെ നോക്കി ഒപ്പത്തിനൊപ്പം വെക്കുക. എന്നിട്ട് നമ്മളുടെ ഫ്രണ്ടിലത്തെ നെക്ക് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്, അതിൻ്റെയും സെൻറ്റർ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. എന്നിട്ട് നമുക്ക് പിൻ കുത്തി കൊടുക്കാം. കുത്തി കൊടുത്തു. ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടത്തോളം വരെ ഒരു സ്റ്റിച്ച് അടിക്കും. എന്തിനാന്ന് വെച്ചാൽ വിട്ടു പോകാണ്ടിരിക്കാൻ. എന്നിട്ട് ഈ നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാണോ ചെയ്തേക്കണ ആ രീതിയിൽ നമ്മൾ ഈ വരച്ചേക്കണതിന്റെ മേലക്കോട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ നെക്കിന്റെ ഷേപ്പിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോ മൊത്തം നെക്ക് വരച്ച പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്കിത് നെക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കണേ ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ചും കൊള്ളാണ്ട് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം മൊത്തത്തില്. എന്നാലാണ് മറിച്ചടിക്കുമ്പോൾ ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ മറിച്ചെടുക്കാം. എന്താ മറിച്ചെടുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ മറയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഇപ്പുറത്തേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ലൈനിങ് തുണിയും കാണാൻ പാടില്ല. കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ എടുക്കാനായിട്ട്. എന്താക്കും ടോപ്പ് സ്റ്റിച്ച് അടിക്കാനുള്ളതാണ്. ഇങ്ങനെ വെച്ച് എല്ലാത്തിൻ്റെ മേലിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ആ നെക്ക് നമ്മൾ എങ്ങനെയാണോ വരച്ചേക്കണേ ആ രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും. നമ്മളിപ്പോ നെക്ക് മറിച്ചെടുത്തിട്ടുണ്ടല്ലോ, ഇനി ഇതിന്റെ മേലെ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ലൈൻ തുണി കാണാൻ പാടില്ല. കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് വെച്ച് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മേലെ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ ഇങ്ങോട്ട് നീങ്ങി ഒരു 1/4 ഇഞ്ച് കൂടി ഗ്യാപ്പ് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ ഹെമ്മിങ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പം ഇവിടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഈ ഷേപ്പിൽ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പോലെ നമുക്ക് ബാക്ക് നെക്കും ചെയ്തെടുക്കാം. നമ്മള് ലൈനിങ് തുണി എടുത്തു. നല്ല തുണിയുടെ നല്ല വശമാട്ടോ നമ്മൾ ഫ്രണ്ടിൽ വരേണ്ടത്. അങ്ങനെ നല്ലൊരു നല്ല വശം വന്നു. നല്ല വശത്ത് വേണം നമ്മുടെ നെക്ക് നമ്മൾ വരച്ചേക്കണത് വെക്കാനായിട്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് രണ്ടറ്റത്തും ഓരോ സൂചി കുത്താം. കറക്റ്റായിട്ട് വെച്ചിട്ട് രണ്ടറ്റത്തും ഓരോ പിൻ കുത്തി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ നെക്ക് എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ ബാക്കിലെ നെക്കും ചെയ്യാം. നമുക്ക് അതിന് തന്നെ ഈ വരച്ചേക്കണതിന്റെ മേലെക്കൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് നീക്കി ഇങ്ങോട്ട് മൊത്തം കട്ട് ചെയ്തിട്ട് നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ചെയ്യാം. നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാണ്. നമ്മളെ ബാക്കിലത്തെ നെക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഇങ്ങനെ പ്രത്യേകം ആക്കിയിട്ട് ഫുള്ള് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉഴിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുക്കാം. അതായത് ഫ്രണ്ടിലത്തെ നെക്ക് എടുത്തിട്ട് നല്ല വശം തമ്മിൽ ഇങ്ങനെ കൂട്ടി വെക്കുക. നല്ല വശവും ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നല്ല വശമാണ്, ഇത് നല്ല വശമാണ്. നല്ല വശം തമ്മിൽ കൂട്ടി ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇത് ബാക്കിലത്തെ നെക്കാണ്, അത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്കൊരു പിൻ കുത്തി കൊടുക്കാം. പിൻ കുത്തി കൊടുത്തു. അതുപോലെ തന്നെ ഇത് ബാക്കിലത്തെ നെക്കാണ്. ഇത് ഫ്രണ്ടിലത്തെ നെക്ക് നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ്. അത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. എന്നിട്ട് ബാക്കിലത്തെ നെക്ക് കൊണ്ട് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പിൻ കുത്തി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറച്ചു നോക്കിയേ. മറച്ചു നോക്കുമ്പോൾ നല്ല വശം തമ്മിൽ വന്നേക്കണം. ഈ രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി കാട്ടിത്തരാം. ഇത് നമ്മുടെ ബാക്കിലത്തെ നെക്കാണ്. നല്ല വശത്ത് വെച്ച് നമ്മള് നെക്ക് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ നമ്മള് അപ്പുറത്തേക്ക് മറിച്ച് ഇങ്ങനെ എടുക്കണതിന് പകരം നമ്മള് ഇത് ഇങ്ങനെ ഇത്രയും മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നിർത്തി. ബാക്കിലത്തെ നെക്കാണ് ഇത്. ഫ്രണ്ടിലത്തെ ടോപ്പിന്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നെക്ക് നല്ല വശം വരത്തക്ക രീതിയിൽ ഈ നെക്ക് ബാക്ക് നെക്കിന്റെ ഇതിന് മറച്ചു വെച്ചിട്ട് നല്ല വശം വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ മറിച്ച് നോക്കി കഴിയുമ്പോൾ നല്ല വശം തമ്മിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചെടുക്കാം. ഇതിങ്ങനെ മറിച്ചെടുക്കുന്നതോടുകൂടി ഇതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കാണിക്കണ്ട. അപ്പൊ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണ്ട. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ കാണിക്കാം. കറക്റ്റായിട്ട് വന്നില്ലേ? ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലത്തെ നെക്ക് ഉണ്ടല്ലോ, അത് ഇങ്ങനെ വെച്ചിട്ട് അരികത്തെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അത് ചെയ്യാം. നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിട്ടപ്പോൾ നല്ല വശം തമ്മിൽ വന്നു. എന്നിട്ട് ഈ നെക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ലൈനിങ് തുണി കാണാത്ത രീതിയിൽ
മുൻപ് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രണ്ടിലത്തെ ഇവിടെ ഉണ്ടല്ലോ ഒരു പൊടിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു പൊടിക്ക് അവിടെ നിന്ന് നമ്മൾ ആദ്യം തന്നെ കെട്ടിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ലൈനിങ് തുണി ഉള്ളിലേക്ക് വലിച്ചു വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ ബാക്കും ഫ്രണ്ടും നമ്മൾ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അയണും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്. അതിന് മുൻപായിട്ട് ലൈനിങ് തുണിയായിട്ട് നമുക്കിത് സ്ലീവിന് അറ്റാച്ച് ചെയ്യണം. നല്ല വശത്ത് വെച്ച് നമുക്ക് ആദ്യം തന്നെ അടിഭാഗം ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിന് ഇപ്പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ താഴ്ഭാഗത്ത് ടോപ്പിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. അങ്ങനെ നമുക്ക് 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ 2 സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ബാക്കായിട്ട് വരും, ഇത് ഫ്രണ്ടായിട്ട് വരും. ഉണ്ടാക്കിനെ കുഴിച്ച് വന്നേക്കണ കണ്ടില്ലേ. ഇനി നമുക്കിത് നമ്മൾ ടോപ്പിൽ അറ്റാച്ച് ചെയ്യാം. നമുക്ക് വേണ്ടത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി കുഴിച്ച് വെട്ടിയതുണ്ടല്ലോ, മനസ്സിലാവേണ്ടതെന്ന് തരുന്നത്. ഇത് ഫ്രണ്ടായിട്ട് വരും, ഇത് ബാക്കായിട്ട് വരും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക്. ഈ ഫ്രണ്ടിലേക്ക് ഈ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയ ആ സ്ലീവ് വരണം. അപ്പോൾ നമ്മൾ സെൻറ്റർ തമ്മിൽ ഇങ്ങനെ കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു പിൻ കുത്തി കൊടുക്കുക. തുടക്കക്കാരാകുമ്പോൾ ഇപ്പോഴും അങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഒരു പിൻ ഇവിടെ കുത്തി വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ലീവ് എടുക്കുക. ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഓക്കെ, ഇതിലെ ഫ്രണ്ടും ഇതാണ്. ഇതും ഈ പറഞ്ഞ പോലെ സെൻറ്റർ തമ്മിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ഒരു പിന്ന് ഇവിടെ കുത്തി കൊടുക്കുക. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഗ്യാപ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പിൻ നമുക്ക് ഊരിമാറ്റാം. ഈ പിൻ അങ്ങനെ ഊരിമാറ്റി എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പിടിക്കുക. നമുക്കിതിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനുള്ളതാണ്. നമുക്കിങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കുക. നമ്മൾ അടിച്ച സ്റ്റിച്ച് നല്ല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. വല്ല പിരിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഈ നോക്കണേ. ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. വീണ്ടും സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. കണ്ട, നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയേക്കണത്. ഇനി അങ്ങനെ നമുക്ക് അപ്പുറത്തെ സ്ലീവും നമുക്കിതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്ലീവ് 2 അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് കൂട്ടാം, പോക്കറ്റും വെക്കാനുണ്ട്. അതിന് വേണ്ടി നമ്മൾ
ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 1.5 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് നമുക്ക് എല്ലാവിടെയും അടയാളപ്പെടുത്താം. സ്ലീവിന്റെ അവിടെ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്, അത് അടയാളപ്പെടുത്താണ്. എൻ്റെ സ്ലീവിന്റെ ലൈൻ തുണി കുറച്ച് വീതി കുറവുണ്ട്, അത് കാര്യമായിട്ട് എടുക്കണ്ട. അതിൻ്റെ ബാലൻസ് അത്ര തുണി ഉണ്ടായുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അവിടെ ഒരു വീതി കുറവ് വന്നേക്കുന്നത്. നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട. ഇവിടെ ഉണ്ടാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ആഡ് ചെയ്യാം, അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഇവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. ശരിക്കും അങ്ങനെ അവിടെ നമ്മൾ ഇവിടെ 1.5 അടയാളപ്പെടുത്തി, ഇവിടെ 1.5 അടയാളപ്പെടുത്തി. ഇതാണ് നമ്മുടെ ഷേപ്പ്. 1.5 തന്നെ ഷേപ്പിന്റെ അവിടെ അടയാളപ്പെടുത്തി. ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റ് വരുന്നത് അല്ലേ? ഈ സ്ലിറ്റ് വരുന്ന ഈ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൈയുടെ ഇവിടെ കൈവണത്തിന്റെ അവിടെ 1.5 അടയാളപ്പെടുത്തി, കൈക്കുഴിയുടെ അവിടെ 1.5 അടയാളപ്പെടുത്തി, ഷേപ്പിന്റെ അവിടെ 1.5 അടയാളപ്പെടുത്തി, സ്ലിറ്റിന്റെ അവിടെ 1 അടയാളപ്പെടുത്തിയുള്ളൂ. അപ്പൊ നമ്മൾ തയ്ച്ചു വരുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഈ 1.5 ഇഞ്ചിലേക്ക് കൈവണത്തിന്റെ അവിടെ നിന്ന് നേരെ ആം ഹോളിന്റെ അവിടെ വരാം. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഷേപ്പിന്റെ അങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ അവിടുന്ന് നേരെ ഇങ്ങനെ താഴേക്ക് സ്ലിറ്റിനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇവിടെ 1.5 ആണെങ്കിൽ കുറഞ്ഞ് ഇവിടേക്ക് 1 ഇഞ്ച് എന്ന രീതിയിലേക്ക് ഇങ്ങനെ വരും. അതിന്റെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്തിൽ റൈറ്റ് സൈഡ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്, കാരണം റൈറ്റ് സൈഡ് മാത്രമാണ് ഇപ്പൊ പോക്കറ്റ് വെക്കുന്നത്. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഷേപ്പാണ്, ഈ അടയാളപ്പെടുത്തി സ്ലിറ്റ് ആണ്. ഇപ്പൊ ഞാനിവിടെ വേസ്റ്റ് ഷേപ്പിന്റെ അവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. ഈ സ്ലിറ്റിന്റെ അവിടെ വരുമ്പോ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, തയ്യൽ തുമ്പ് വരുന്നത്. അപ്പൊ ഈ അടയാളപ്പെടുത്തിയേക്കണേന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി വരാണ് ചെയ്യുന്നത്. ഇപ്പൊ ലൈനിങ് തുണി വെക്കണ്ടെങ്കിൽ, തുടക്കക്കാരാണെങ്കിൽ ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ ആദ്യം ഒന്ന് ഒരുമിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് വേണ്ട തയ്ക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതാണല്ലോ നമ്മുടെ പോക്കറ്റ്. പോക്കറ്റ് ഇങ്ങനെയായിരിക്കും വരാം, മനസ്സിലായില്ലേ? അപ്പൊ പോക്കറ്റ് എവിടത്തോളം വരെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അത് ഇവിടെ അടയാളപ്പെടുത്താണ്. അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരച്ചേക്കണ വരിയില്ലേ, അവിടെ വേണം നമ്മുടെ ഈ 1/2 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അത് വരാനായിട്ട്. ഈ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ ഈ വരച്ചേക്കണ ഈ വരയില് ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പൊ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഒരു പിൻ കുത്തി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെരിച്ചാണ് നമ്മുടെ തയ്യൽ തുമ്പ് ഇങ്ങനെ ചെരിച്ചാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് പോലെ കാണുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കില് റൈറ്റ് സൈഡിൽ ഇതുപോലെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇനി ചെയ്യേണ്ടത് വെച്ചാല് ഇത് ഇങ്ങനെ നേരെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വരയ്ക്കുക. എന്തിനാന്ന് വെച്ചാൽ വേറൊന്നിനല്ല, നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്, അതിനു വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇത് ബാക്ക് സൈഡിലെ റൈറ്റ് സൈഡ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് എന്ത് വരുന്നത്, ഷേപ്പ് വരുന്നത്. ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. ഇവിടെ സ്ലിറ്റിന്റെ അവിടെ ഞാൻ 1 ഇഞ്ച് അടയാളപ്പെടുത്താണ്. ഷേപ്പിന്റെ അവിടെ എനിക്ക് 1.5 ഇഞ്ച് വരും, ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ഒരു വര വരച്ചു, മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ വെക്കാൻ പോണ പോക്കറ്റ് എടുത്തു. ഇതില് ഇവിടെയാണ് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നതും ഇവിടെയും 1/2 ഇഞ്ച് വരും. ഇവിടെയും 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാവേണ്ടത് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോ ഈ വരച്ചേക്കണ ഈ വര നമ്മളുടെ ഈ വരയുടെ നേർക്ക് നേർ വരണം. അതാണ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് പിൻ കുത്തി കൊടുക്കാം. നമ്മള് ഇത്
ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാണ്. നമ്മൾ ഇനി അടയാളപ്പെടുത്തിയേക്കുന്നത് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാണ്. ഇനി അതുപോലെ നമുക്ക് ബാക്ക് സൈഡും കൂടിയും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പ് തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇവിടെ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കൊണ്ട് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എന്നോട് അടയാളപ്പെടുത്താണ്. സ്ലീവിന്റെ അവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ ആം ഹോളിന്റെ അവിടെയും ഈ പറഞ്ഞ പോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ ഷേപ്പിന്റെ അവിടെയും 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. സ്ലിറ്റിന്റെ അവിടെ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. സ്ലിറ്റിന്റെ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്. മനസ്സിലായില്ല? എന്നിട്ട് ഞാൻ കൂട്ടി യോജിപ്പിക്കുകയാണ്. നമുക്ക് ടേബിൾ വെച്ച് വേണ്ട ചെയ്യാനായിട്ട്. ഞാനിപ്പോ തയ്യൽ മെഷീൻ വെച്ച് കാട്ടി തന്നുള്ളൂ. നമ്മൾ ചുരിദാറിന്റെ സൈഡ് അടിക്കാൻ പോവാണ്. നമ്മളിനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി നമ്മളെല്ലാവരുടെയും ഇങ്ങനെ പിൻകുത്തി വെച്ചു. കണ്ടോ? ഇവിടെയും 1.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി. ഇവിടെ സ്ലിറ്റിന്റെ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെയും പിൻകുത്തി വെച്ചു. മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പിൻകുത്തി വെച്ചേക്കുന്നത്. കണ്ടോ? ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരും. ഇവിടെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് ഇവിടേക്ക് ഇങ്ങനെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് നേരെ ഇവിടെ വന്ന് ഇവിടെ കെട്ടിട്ട് നിർത്താണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ പോക്കറ്റിന്റെ സ്റ്റിച്ച് വരുന്നത്. ഇവിടത്തോളം വരെ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാം. ഇവിടത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു. കണ്ടില്ലേ? എന്നിട്ട് നമ്മുടെ പോക്കറ്റിന്റെ ഇത് ഇങ്ങനെ നേരെ വെക്കുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടിരുന്നത്, ഓർക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പൊ അതൊക്കെ ഇങ്ങനെ തുണീനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പോക്കറ്റിന്റെ സ്റ്റിച്ച് അവസാനിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഇവിടത്തോളം വരെ അവസാനിക്കും. അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് ഇവിടെ വന്ന് ഇവിടെ 1/2 ഇഞ്ച് മേലോട്ട് കയറി ഇവിടുന്ന് താഴേക്ക് 1 ഇഞ്ചിൽ വന്ന് കെട്ടിട്ട് നിർത്താണ് ചെയ്യുന്നത്. ഇവിടെ കെട്ടിട്ട് നിർത്തി. ഈ പോക്കറ്റിന് ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് അല്ല കൊടുത്തേക്കണം. അതിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ ഈ മൊബൈലൊക്കെ നമ്മൾ ഈ പോക്കറ്റിൽ ഇടുന്നതല്ലേ, അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അടുത്ത സൈഡും കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ എത്തുമ്പോൾ നമ്മള് ഈ 1 ഇഞ്ചിലേക്ക് എന്ന രീതിയിലേക്ക് കൂട്ടി നമ്മൾ കുട്ടിക്കാണ് ചെയ്യുന്നത്. അല്ലാതെ തൊട്ടിപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരില്ല. ആദ്യം വരച്ച സ്റ്റിച്ചിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്ന് മുട്ടിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അപ്പൊ മൊത്തം 3 സ്റ്റിച്ച് ആകും. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലിറ്റ് അടിക്കുക. ഞാൻ ചുരിദാറിനെ ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് മറിച്ചിട്ടു. കണ്ടില്ലേ? എന്നിട്ട് ഇവിടുന്ന് 1, 2 കണ്ട രണ്ടാമത്തെ മടക്കില് ഇവിടെ വരും. നമ്മൾ 1 ഇഞ്ചല്ല തയ്യൽ തുമ്പിട്ടേക്കണേ. അപ്പൊ നമ്മള് ആ ഒരു രീതിയിൽ 1/2 ഇഞ്ച് എന്ന രീതിയിൽ രണ്ടാക്കി മടക്കാം. ഇങ്ങനെ പിടിക്കുക. ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കി, രണ്ടാമത്തെ 1/2 ഇഞ്ച് മടക്കി. ഇങ്ങനെ പിടിച്ച് നമ്മൾ താഴേന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട്
നമുക്കതിവിടെ 1 ഇഞ്ച് എന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്കിവിടെ ഇങ്ങനെ കിട്ടി. ഇവിടെ കിട്ടി കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മളുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു 2 സ്റ്റിച്ചും കൂടി മേലേക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുക. അല്ലെങ്കിൽ ഇവിടെ അടിച്ചാലും കുഴപ്പമില്ല, ഒരു 2 സ്റ്റിച്ച് മേലോട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാട്ടിത്തരാം. താഴേന്ന് സ്റ്റിച്ച് ചെയ്യാണ്. ആദ്യം 1/2 ഇഞ്ച് മടക്കി. ഇവിടെ പിൻകുത്തി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൈനിങ് തുണി നല്ല തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് വിട്ടു പോവാണ്ടിരിക്കാൻ വേണ്ടി കറക്റ്റ് ലൈനിങ് തുണി വരാൻ വേണ്ടിയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് തുണി കറക്റ്റ് ആയിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചുളിവ് പോലെ വരും. ഇതില്ലാണ്ടിരിക്കാനാണ് ആദ്യം 1/2 ഇഞ്ച് മടക്കി, വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി മടക്കി. അങ്ങനെ താഴേന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. താഴേന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ച് വന്ന് നിൽക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് ഈ സ്റ്റിച്ച് ഇവിടെ എത്തുന്നേക്കാൾ മുൻപ് നമ്മളുടെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, അതും ഇതേപോലെ 2 ഒന്ന് മടക്കി ഒന്ന് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 2 സ്റ്റിച്ച് മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരാണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ച് ഞാൻ മേലേക്ക് ചെയ്തു, പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, കണ്ടില്ലേ? എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് എടുത്ത് ഇതേപോലെ 2 മടക്ക് ഞാൻ ഇവിടെ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി മടക്കാണ്. ആദ്യം മടക്കി, രണ്ടാമത് മടക്കി. ഞാൻ 2 മടക്ക് മടക്കി എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. അതിവിടെ കുത്തി നിർത്തി വീണ്ടും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഈ ഭാഗത്ത് സ്ലിറ്റ് എടുക്കാണ്. എന്നിട്ട് ലൈനിങ് തുണിയും നല്ല തുണിയും ഒപ്പത്തിനൊപ്പം പിടിച്ച് മടക്കി അടിക്കണം. നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണ് ഇട്ടേക്കുന്നത് അതനുസരിച്ച് ഈ ഭാഗത്ത് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വന്നേക്കണേ. 1/2 ഇഞ്ച് എന്ന രീതിയിൽ 2 മടക്ക് മടക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മള് സ്ലിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അരികത്തോടു കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അപ്പൊ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പതിക്കുന്ന ഉഴിഞ്ഞിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാൻ. അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു ചുളിവ് ഉണ്ടെങ്കിൽ അത് നിവർന്ന് കിട്ടും. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുത്തി നിർത്തണം. എന്നിട്ട് പതുക്കെ റൊട്ടേറ്റ് ചെയ്യാം. നല്ല വൃത്തിയിൽ കിട്ടിയേക്കുന്നുണ്ടോ? അതെ, ഇവിടെ നമ്മൾ സ്ലിറ്റ് വന്ന് അവസാനിച്ചു. ഇവിടെ നിങ്ങൾ കണ്ട ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടിയത്. ഇനി എന്തെങ്കിലും ചുളിവ് ഉണ്ടെങ്കിൽ അത് അയൺ ചെയ്യുമ്പോ പോയിക്കോളും. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.